പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾക്കൊപ്പം ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി തത്സമയം ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. മുഹമ്മദ് റാഫി, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. ഗുഡ് മോർണിംഗ് ബൈ. മുഹമ്മദ് റാഫി, മെസ്സി വരുന്നു എന്ന് ആദ്യം കളിച്ച സമയത്ത് മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ. അതും അർജന്റീന ടീം അപ്പാടെ വരുന്നു. അവർ ഏതെങ്കിലും തരത്തിലുള്ള ഫാൻ മീറ്റ് മാത്രമല്ല, ഇവിടെ വന്ന് ഫിഫ റാങ്കിങ്ങിലുള്ള ഒരു ടീമുമായിട്ടാണ് കളിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ ആദ്യത്തെ തോന്നൽ എന്താണ് മുഹമ്മദ് റാഫി? തീർച്ചയായും വളരെ നല്ല സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ കുറേ കാലത്തിൽ നമ്മൾ അഭ്യൂഹങ്ങളാണ്, വരില്ല എന്നുള്ള രീതിയിലില്ലേ. പക്ഷേങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളുടെ റിപ്പോർട്ട് ചാനലിൻ്റെ ആൾക്കാർ വിളിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു വാർത്ത, സന്തോഷമുള്ളൊരു വാർത്ത ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ വളരെയധികം സന്തോഷം തോന്നി ഈ ഒരു വാർത്ത കേട്ടിട്ട്. തീർച്ചയായും നമ്മളെ കേരളത്തിലെ എല്ലാ അർജൻറ്റീന ഫാൻസും അതുപോലെ എല്ലാവരും, അർജൻറ്റീന മാത്രമല്ല എല്ലാ ടീംസും ഒന്നൂടെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് ലയണൽ മെസ്സി. ലയണൽ മെസ്സി വരണമെന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഒരു തുടക്കം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. റാഫി, ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ മെസ്സിയുടെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ സ്റ്റേഡിയത്തിൽ ഇതിൻ്റെ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ കമാൻഡറി ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ബോംബെയിൽ. എനിക്ക് ഫൈനലിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അവിടെ കമാൻഡറി ആയിട്ടിൻ്റെ അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ മാൻഡ്രിഡിൽ പോയ സമയത്ത് ഞാൻ മെസ്സിൻ്റെ കളി കണ്ടിട്ടുണ്ടായിരുന്നു ഗാലറി ഇരുന്നിട്ട്. അത് നമുക്ക് നേരിട്ട് കാണും. ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നു, നമ്മുടെ നാട്ടിൽ വന്ന് നേരിട്ട് കാണാൻ പറ്റുന്നു. അത് വളരെയധികം ഒരു കൗതുകം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് ടി വിയിൽ കാണുന്ന സമയത്ത് ശരിയാണ്, നമ്മളൊരു കംഫർട്ട് സോണിലൊക്കെ ഇരുന്ന് കാണാം. പക്ഷേ മെസ്സിയുടെ കളി, അർജന്റീനയുടെ കളി ഗാലറിയിൽ ഇരുന്ന് തന്നെ കാണണം, അല്ലേ ശ്രീ മുഹമ്മദ് റാഫി? തീർച്ചയായിട്ടും. അത് നമുക്ക് ഞാനൊക്കെ കുറച്ച് ദൂരമായിരുന്നു എനിക്ക് പോയ സമയത്ത് കാണാൻ പറ്റിയത്. ഇത് നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. ആ മെസ്സിനെ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് മെസ്സിനെ ഡയറക്റ്റ് ഒന്ന് കാണണം എന്നുള്ളത്. തീർച്ചയായിട്ടും ആ സമയത്ത് നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയി തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. അത് നമ്മളെ അർജന്റീന ഫാൻസും അതുപോലെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നുകൂടെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ടറിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എന്തായിട്ടും നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെ. ഞങ്ങൾ നേരത്തെ പറയായിരുന്നു, ഈ ഫുട്ബോൾ താരങ്ങളിലാണെങ്കിലും ലോക ഈ കായിക താരങ്ങളിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് നമ്മളുടെ സ്വന്തം മെസ്സി. അപ്പോൾ ഒരു ഫുട്ബോൾ താരം എന്ന നിലയിൽ മുഹമ്മദ് റാഫി ഏറ്റവും കൂടുതൽ ഇപ്പോൾ കളിക്കളത്തിലാണെങ്കിലും കളിക്കളത്തിന് പുറത്താണെങ്കിലും ലയണൽ മെസ്സിയുടെ ഏതെങ്കിലും ടാലന്റോ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡോ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമുക്ക് കളി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെസ്സിനെ എത്രത്തോളം ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു റിയാക്ഷൻ ചെയ്യാതെ അവരെ കളിയിലൂടെ തന്നെ തോൽപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അത് കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ കെട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. ആ ഒരു ഇൻസ്പയർ നമുക്കും അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അതുതന്നെയാണ് മെസ്സിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. അത് ഏത് പ്ലെയർ ആണെങ്കിലും ആ പ്ലെയറിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അത് നമുക്ക് പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമ്മൾ കുറേ വീഡിയോസും അതുപോലെ മീഡിയാസും പറയുന്ന സമയത്താണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ആഴത്തിൽ അറിയാൻ പറ്റുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ്, വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സിനോട് പറയാൻ നമ്മൾ എത്രത്തോളം പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകണമെന്നതിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരാൾ തന്നെയാണ് മെസ്സി. മുഹമ്മദ് റാഫി, നമുക്ക് എന്തായാലും കാര്യമായിട്ട് മത്സരം കാണാം. പക്ഷേ എപ്പോഴെങ്കിലും മെസ്സി ഒന്ന് നേരിട്ട് മുൻപിൽ കണ്ടാൽ മെസ്സിയോട് പറയാൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ, ഉള്ളിൽ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടോ? മെസ്സിനെ നേരിട്ട് കാണണമെന്നില്ല ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനായി ഞാനിപ്പോൾ വരുന്ന വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു അമേരിക്കൻ വിസ അടിച്ചിട്ടുണ്ട്. എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അതങ്ങനെ ഒരു വിസ അടിച്ചത്. കഴിഞ്ഞ വേൾഡ് കപ്പ് എനിക്ക് ഖത്തറിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും മെസ്സിനെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ, നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, എന്നാലും കെട്ടിപ്പിടിക്കണം, ഒന്ന് കൈ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. താങ്ക് യു മുഹമ്മദ് റാഫി.